യെസ്, അങ്ങനെ ഞങ്ങൾ ഡാർജിലിങ്ങിലെത്തി. നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അങ്ങോട്ട് എത്തിയതും ഒക്കെ. അതേ ദിവസം തന്നെ ഞങ്ങൾ നേരെ ജോയ്സ് പബ്ബിലേക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഇറക്കം. പക്ഷേ നമ്മളുടെ പ്ലാനിങ് വിചാരിച്ച പോലെയൊന്നുമല്ല. നല്ല മഴയാണ്, അതിൻ്റെ ഇടയിലൂടെ പല ഇടവഴികളിലൂടെ ചാടി ഒരു രക്ഷയില്ല. മഴയും ഈ കുടയൊക്കെ പിടിച്ച് ഇതുപോലുള്ള ഇടവഴികളിലൂടെ ചാടി പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. കാരണം നമ്മൾ വന്നത് ഭയങ്കര ഹെക്ടിക് ട്രാവലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ശരി, നമ്മൾ നാളെ ഇവിടുന്ന് തിരിക്കും, അതുകൊണ്ട് നമുക്ക് സമയം കിട്ടില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ജി സാറിനും സുധീഷിനും ഒക്കെ അവരുടേതായ ഒഫീഷ്യൽ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതും ഒരു സൈഡിൽ കൂടെ പോകുന്നു. അതുകൊണ്ട് എല്ലാം വളരെ ഹെക്ടിക്കാണ് നമ്മളുടെ ട്രാവൽ. അങ്ങനെ ഞങ്ങൾ ജോയ്സ് പബ്ബിലെത്തി. പക്ഷേ ഏറ്റവും നിർഭാഗ്യകരം എന്ന് പറയട്ടെ, വിശന്നിങ്ങനെ വരുമ്പോൾ അത് 7 മണിക്കേ ഓപ്പൺ ആവുള്ളൂ. ആ ഒരു സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ വീണ്ടും മാറ്റി. ഞങ്ങൾ അവിടെ ഒരു റിസർവ് ഒക്കെ ചെയ്തു. അവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സീറ്റൊക്കെ റിസർവ് ചെയ്ത് ഞങ്ങൾ ബോണീസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ എത്തിയത് ഡാർജിലിംഗ് ഒരു സർക്കിൾ മെയിൻ ജംഗ്ഷനിൽ വന്ന് നിന്നു. അവിടെ വന്ന് ബോണീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സാറാണ് അതിൻ്റെ ആൾ. ജി സാർ ഇങ്ങനെ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ബോണീസ് ഇവിടെയല്ല, വേറൊരു സ്ഥലത്താണ്. ഇനി അങ്ങോട്ട് പോകണം. അത് ജോയ്സ് ഇതുണ്ടോ, ബാർബർ ഷോപ്പൊക്കെ ഉണ്ടോ? ഇത് നമ്മൾ ഇനി വീണ്ടും കുറച്ച് വഴിയൊക്കെ തെറ്റി ഞങ്ങൾ വീണ്ടും ബോണീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടാറ്റ സുമോയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ആ മോള് വരെ പോയാലോ? മോളിന്റെ അടുത്ത് ഇറക്കി വിടാൻ വേണ്ടി പറയാം സാറേ. ഇനി ബോണീസ് ഇപ്പൊ സാർ 300 രൂപ. അയാൾക്ക് അത് ക്ലോക്ക് ടവറിന്റെ അവിടുന്ന് റൈറ്റില് ഫസ്റ്റ് റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞത്. അല്ല, ക്ലോക്ക് ടവർ അല്ല, അത് മുകളിലാണെന്ന്. ഇതല്ല ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ മുകളിലാണ്, അത് പോലീസ് പറഞ്ഞു. വെറുതെ അല്ല, അയാള് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു. ആ, ഇതാണ് യുന്ന. അയ്യോ, ഒരു ദൂരം വന്നപ്പോ നമ്മള് ചോദിച്ചു ക്ലോക്ക് ടവർ മുകളിൽ ഇവർക്കറിയാം, ഇവര് കൊണ്ടുവിടാന്ന് പറഞ്ഞു. 300 രൂപ. ഞാൻ ചോദിച്ചു എങ്ങനെ. വലിയ ദൂരമില്ല, പക്ഷെ അവര് 300 മേടിക്കുന്നത് 1 വേ ആണ്. സുട്രിക്ക് ഇറങ്ങി സുട്രിമ്പഴി സുടലാണ്. പൈസ എടുത്ത് വെക്കണ്ടേ? ആ, ഉണ്ടെന്നേ, പൈസക്ക് ഉണ്ട്. ഞങ്ങൾ എല്ലാരും കൂടി ഇതിലാണ്. പ്രശ്നം ഉണ്ടാക്കുന്നുള്ള പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ട്. സെറ്റാ. നിങ്ങൾ എന്തേ കാണിക്കുന്നു? എല്ലാരും കാണിക്കാണല്ലോ. എന്നെ കാണിച്ചില്ലല്ലോ. നിങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ നമ്മളുടെ സ്വന്തം ബോണീസിലേക്ക് എത്തി. ജി സാറിന് സന്തോഷമായി, കാരണം പുള്ളി ബോണീസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം പറഞ്ഞൊന്നും ഞങ്ങൾ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ല. ലാസ്റ്റ് ബോണീസിലെത്തിയപ്പോൾ അപ്പോൾ ഇത് ഇവിടെ തന്നെയാണ് സമ്മതിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ കുടയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ നേരെ ബോണീസിലേക്ക് വലത് കാല് വെച്ച് അകത്തേക്ക് കയറി. ചെല്ലുമ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്, ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു അൺടൈമാണ്, അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ഇതൊക്കെ ഒന്ന് കണ്ടു. 1-2 പേര്, ഒരു 3-4 പേര് ആകെ ഉണ്ടായിരുന്നു. ബാക്കി ആ ഒരു ഷോപ്പ് ഒരു വൈകുന്നേരമാണ്, ഒരു 5 മണി ആ സമയമാണ്. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല, ചായ കുടിക്കുന്ന ടൈമാണ് ആൾക്കാർ. അങ്ങനെ ഞങ്ങളൊരു ടേബിള് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ, കാരണം എല്ലാം ചൈനീസ് ആയതുകൊണ്ട് ഇവിടുത്തെ സാൻഡ്വിച്ചൊക്കെ അടിപൊളിയാട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ചൈനീസ് ഫുഡായിട്ടുള്ള ഷെസ്വാൻ മിക്സ്ഡും ഷെസ്വാൻ ചിക്കനും സെയിം കറക്റ്റ് ഷോട്ട് കിട്ടി. ആ ചിക്കൻ താഴേക്ക് അങ്ങനെ എങ്ങനെയുണ്ട്? നല്ല എങ്ങനെ കൊള്ളാല്ലേ? ചൈനീസ് ഗംഭീരമാണ്. ഇത് ഡ്രാഗൺ ചിക്കൻ, ഇത് ചില്ലി ചിക്കൻ. ഇനി ഒരെണ്ണം കൂടി വരാണ്ട്. സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു? ട്യൂണ സാൻഡ്വിച്ച്. ആ, അതെ. 2 എന്താ? ഓ, നമ്മള് ബോണീസിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഷെസ്വാൻ ഫ്രൈഡ് റൈസും എല്ലാം തന്നെയായിരുന്നു. പക്ഷേ സാൻഡ്വിച്ചൊക്കെ ആയിരുന്നു കൂടുതൽ നല്ലത്. ഇനി നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ജോയ്സ് വീണ്ടും 7 മണിക്ക് ഓപ്പൺ ആവും. സോ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട്. സോ പബ്ബിലേക്ക് പോവാണ്. ഓക്കെ, ഇന്നിപ്പോൾ നമ്മുടെ ജോയ്സ് പബ്ബിൽ
ബീറ്റിൽ മാനിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടക്കുകയാണ്. ബീറ്റിൽ മാനിയ എന്ന് പറയുന്നത് ദി ബീറ്റ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ റോക്ക് ബാൻഡിന്റെ അവരുടെ പ്രോഗ്രാം അല്ല, അവരുടെ ബീറ്റിൽ മാനിയ ടീമിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഭയങ്കര ഫാൻസ് ഉള്ള ഒരു റോക്ക് ബാൻഡാണ്. അതിന്റെ ഫാൻസ് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നുണ്ട്. അവരുടെ തന്നെ ഈ ദി ബീറ്റ്ലേഴ്സിന്റെ പാട്ടുകൾ മാത്രമാണ് ഇവിടെ പാടാൻ പോകുന്നത്. ഒരു അടിപൊളി ഒരു ബാൻഡാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കംപ്ലീറ്റ് ആൾക്കാർ. അപ്പൊ ഇവരുടെ ഏജ് എന്ന് പറയുന്നത് എല്ലാം ഒരു അറൌണ്ട് 50-60 മുകളിലാണ്. കാരണം അത്രയും ആ ഒരു ഏജിലുള്ളവരുടെ ഒരു ഭയങ്കര ഒരു സംഭവം ബാൻഡായിരുന്നു. അതിന്റെ പാട്ടുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫുൾ ഇടാൻ പറ്റില്ല, എന്നാലും ഇടാം. ഇവിടെ കറണ്ട് കാര്യങ്ങളൊക്കെ പ്രശ്നമായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ തൽക്കാലം നമ്മുടെ പ്രോഗ്രാം നിൽക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഉറക്കം വേണ്ടി രാവിലെ മുതലുള്ള ട്രാവൽ അല്ലേ. സോ ഇന്ന് ഞങ്ങൾ കിടക്കാൻ പോകണം. അപ്പൊ ഇനി നാളെ ഡാർജിലിംഗിന്റെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയാൽ നമുക്ക് കാണാം. ഓക്കെ, റെഡി. ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോട്ടലിൽ നിന്ന് നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂള് കാണാം. ആ സ്കൂളിൽ രാവിലെ തന്നെയാണ് നല്ല മൂടൽമഞ്ഞുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ മഴയുണ്ട്. പാവം കുഞ്ഞുങ്ങളിങ്ങനെ സ്കൂളിൽ ക്ലാസ്സിനായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ യൂണിഫോം കണ്ടില്ലേ, വൈറ്റ് അകത്തും ഡ്രസ്സ് ഇങ്ങനെ ഒരു പുറത്തേക്ക് ഒരു ജാക്കറ്റ് പോലത്തെ, കാരണം അവിടുത്തെ തണുപ്പിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ളൊരു രസകരമായിട്ടൊരു കാഴ്ച കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ജയ്സാറ് കണ്ടുപിടിച്ച പുതിയൊരു സ്ഥലം, ബോണീസ് പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു പൊളി സ്ഥലമാണ്. അതിലേക്ക് നടന്നു പോകുന്ന വഴികളും എല്ലാം നമുക്ക് രസകരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം 750 മീറ്റേഴ്സ് ഉണ്ട്. നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ട്, കുടയൊക്കെ പിടിച്ച്. ചെറിയൊരു മഴയുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, രസമുള്ളൊരു ഫീലൊക്കെ ഉണ്ട്. ഇതുകൂടെ ഭാഗ്യത്തിന് നടക്കാൻ മാത്രമേ ഉള്ളൂ, വാക്കിംഗ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, വണ്ടി പോകില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു സമാധാനമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം ഗ്ലെൻട്രീസിലെത്തിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ, ഇത് കലക്കി നൈസ്. ഇത് കൊള്ളാലോ. ഓ നൈസ്, അടിപൊളി.
ബേക്കറിയാണ്. സൂപ്പർ. നമുക്ക് അവിടെ ഇരിക്കാം. ഇതിൻ്റെ ഒരു ആംബിയൻസ് ആണല്ലേ. എനിക്ക് അവിടെ ഇരിക്കാം. അവിടെ എല്ലാവരും നോക്കണം. ഓ സൂപ്പർ ഹെവി കേട്ടോ. കൊള്ളാം അല്ലേ. നല്ലൊരു എന്തായാലും നടന്നത്. നമ്മളവിടെ ഇരുന്നില്ലെങ്കിൽ സീറ്റ് പോകും. ഹോട്ട് ചോക്ലേറ്റ് അത് മിക്കവാറും ചീസാറായിരിക്കും. ടീ ഗ്ലെൻറീസ് ഡാർജിലിംഗ്. എന്താ ഇതിന്റെ പേര് പറഞ്ഞിരുന്നേ? ബിഗ് പോട്ട്. ആ ബിഗ് പോട്ടല്ലേ. അത് ഇത് കൂടെ ഒഴിക്കും. ഇതിങ്ങനെ വെക്കേ. ആ അത് വെക്കേ. പഞ്ചസാര ആദ്യം ഇത് നമ്മളെ വേണ്ടി വരുന്നുണ്ട്. കട്ടൻ ചായ ചേട്ടാ. അതാണോ? പൊടിയുണ്ട് വേണ്ടല്ലേ? പൊടിയുണ്ട് ഇതിനകത്ത്. അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ആണോ? ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എന്താ അത് അരിപ്പയാണ്. ധരിപ്പേ ഇതിന് മുകളിലുള്ള പൊടി. മറ്റൊന്ന് ഓപ്പൺ ചെയ്തിട്ട് തൊക്കൈ. ആ കുറേ ഇലകളും കാവടികളൊക്കെ ഇട്ടിട്ട് സംഭവം അങ്ങനെയാണ്. കട്ടൻ ചായയാണ് ആക്ച്വലി ബിഗ് പോട്ട് എന്നാണ്. ലൈറ്റ് ചായ. നല്ല ചായ. ചെറിയ ലൈറ്റ്. ശരിക്കുള്ള അതായത് നമ്മളെവിടെ കിട്ടുന്നത് മറ്റേ ഇലയല്ല. ആ ഇലയല്ല. ചായപ്പൊടിയുടെ സ്മെല്ലല്ല, ചായയുടെ മണല്ല. ചായയുടെ മണമല്ല. പിന്നെന്താ? വേറെ എന്തിൻ്റെയാണ്? പഞ്ചാബ് പോലെ. ഇതൊരുമാതിരി നമ്മുടെ ചെമ്പരത്തിൻ്റെ ഒക്കെ ഇല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈലാഞ്ചിൻ്റെ ഇലയില്ലേ ആ ഒരു സ്മെല്ലാ വരുന്നത്. ഒന്ന് കുടിച്ചു നോക്കുമോ? ചേട്ടൻ കുടിച്ചത് കടുപ്പൊന്നുമില്ല. കുടിച്ച് ചൂടുവെള്ളം, തേനയിട്ട ചൂടുവെള്ളം. പക്ഷെ സുഖമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഫ്ലേവർ കിട്ടുമില്ല. പുള്ളി നിങ്ങൾക്ക് വേണ്ട. പുള്ളി അരിപ്പ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടാണോ ഇതൊക്കെ ഒന്ന് കുടിക്കാൻ? ഞാൻ ഷൂട്ട് ചെയ്തരാ. നിങ്ങൾ കാണുന്നു തരാം. എങ്ങനെയുണ്ട്? അങ്ങനെ തിരിച്ചാൽ മതി. റെക്കോർഡിംഗ് ആണ്. വീഡിയോ അരിപ്പ വെച്ചില്ലേ നിങ്ങൾ? ആ ഹോട്ടലില് കുമാരേട്ടൻ ചായ അടിക്കുന്ന പോലെ പുള്ളി ഇന്നത്തെ പരീക്ഷണം ഞങ്ങൾക്ക്. നിങ്ങൾ ആദ്യം അല്ല ഇത് കുടിക്കുക. അതിനെ കുടിക്കണേക്ക് മുമ്പ് ചോക്ലേറ്റ്. അയ്യോ ഇതെന്ത്? ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ്. സോറി. ഹോട്ട് ചോക്ലേറ്റ്. സാധാരണ ഹോട്ട് ചോക്ലേറ്റ്. ആ വികാരം ഇപ്പം മാറും. മറ്റേ കാപ്പി. അയ്യോ സോറി. മെയിൻ പഞ്ചസാര. ബേസിക് വൈൻ ഗൈഡ്. ഇത് ആക്ച്വലി നമ്മളുടെ ചായപ്പൊടിക്ക് ഈ ഡസ്റ്റ് ഇട്ടിട്ടുള്ള സാധനം തന്നെ. എനിക്കങ്ങനെ തോന്നുന്നത് അല്ലേ? അതിനേക്കാൾ നല്ലതാണല്ലേ നമ്മുടെ? നമ്മളതാണോ നല്ലത്? ആ ഞങ്ങളുടെ നല്ലത്. കാരണം നോക്കട്ടെ. ഇത് വേറൊന്നുമല്ല, പ്രോ
പ്രോപ്പർ ഒരു കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് ഇട്ട ചായ അത്രേ ഉള്ളൂ. പക്ഷേ ഒരു സുഖമൊക്കെ ഉണ്ട്, ഒന്നും പറയാനില്ല. സ്ക്രാമ്പിൾഡ് എഗ്, ചിക്കൻ ബർഗർ, ദാറ്റ് വൺ സബ് സാൻഡ്വിച്ച് ഫോർ മീ, ബീഫാണത്. ഓ ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്. ഇത് പൊളി. ഇത് നമുക്കാണോ? പുള്ളിക്കേത് ഒരു ഫോർക്ക്, പുള്ളിക്ക് ഈ മുട്ട പൊരിച്ചിട്ട് എനിക്ക് ഇതാ വേണ്ട ഫോർക്ക്. ഇനി സാൻഡ്വിച്ച് ഉണ്ട്, ട്യൂണ അല്ലേ? ഓക്കെ, കീവിട്ട് ട്യൂണ സാൻഡ്വിച്ച്. എങ്ങനെയുണ്ട് ട്യൂണ സാൻഡ്വിച്ച്? കൊള്ളാമോ? ഇതെങ്ങനെയുണ്ട് ഈ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്? കുഴപ്പമില്ല. ആ അങ്ങനെ കഴിച്ചത് കുഴപ്പമില്ല. അതെന്ത് സാധനം ഇത്? കുറേ എടുക്കണ്ടല്ലോ. എനിക്കറിയില്ല, ഇത് അവരോടൊക്കെ പറഞ്ഞേ കേൾക്കൂല്ല. ഏതാസ് കുറേ എടുക്കുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് കൂടി പറയാൻ. നിങ്ങൾ കഴിക്കും. ഇതാണ് എന്താ സാധനം? ഇത് ബീഫ് തന്നെയോ? ബീഫ് ലൈമാനി. ബീഫാണോ ഫിഷാണോ? ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഈ സാധനം? ബീഫാണ്. ഇത് സൂപ്പർ. ആ രണ്ട് ബർഗർ പറഞ്ഞാലോ അവിടെ വന്നോളൂ. മറന്നു പോലും കേട്ടോ. അടിപൊളി. കുട്ടി ഒരു സാൻഡ്വിച്ച് പീസ്. ഞങ്ങൾക്ക് 2 ബർഗർ വരാനുണ്ട്. ഇനി രണ്ട് പറഞ്ഞല്ലോ. ഓർഡർ പറഞ്ഞു, ഇത് കഴിച്ചത് അങ്ങനെ കോൾ കോഫിയും ഒക്കെ ലൈം ജ്യൂസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ വീണ്ടും ഒരു സംഭവം മേടിച്ചു. പക്ഷേ മൊത്തത്തിൽ ഫുഡിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഗോവയിലൊക്കെ ഉള്ള കരവല്ല പോലെയൊന്നും അതിൻ്റെ ഒരു 7 അയലക്കത്ത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ വ്യൂ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും ഒക്കെ വേറെ ലെവലാണ്. ഭയങ്കര ഒരു പഴയ ഒരു ഹെറിറ്റേജ് ഫീലൊക്കെ നമുക്ക് തരും. ഇതിൽ നമ്മൾ കഴിച്ചതിൽ ആക്ച്വലി ചിക്കൻ ബർഗർ ഫ്ലോപ്പായിരുന്നു. പക്ഷേ നമ്മളുടെ ബീഫ് സാൻഡ്വിച്ച് സബ്വേ ആ സാധനം അത് പൊളിയായിരുന്നു. പിന്നെ എന്താണ് ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെ. ട്യൂണ സാൻഡ്വിച്ച് ഓൾസോ നല്ലതായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ ബോണീസിൽ നിന്ന് കഴിച്ചാൽ കുറച്ചും കൂടി ഒരു മാർക്ക് മുകളിൽ ബോണീസിൽ മറ്റേ ട്യൂണ സാൻഡ്വിച്ച് നിൽക്കുന്നു തോന്നുന്നു അല്ലേ? അപ്പോൾ അതെ, അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. ശരി, ഇനി ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ നേരെ സിലിഗുരിക്ക് പോവാണ്. സിലിഗുരി പോണ വഴി ഡാർജിലിംഗിൽ നിന്ന് നമ്മൾ വലിയ പരിപാടിയാണ്. ഞങ്ങളുടെ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കാണാനല്ല, ഞങ്ങളൊരു എൻജോയ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇവരുടേതായ ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്. ഓരോ ഏരിയയിൽ പോയിട്ട് അതിൻ്റെ ഒരു മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ നടന്ന് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സ്ഥലം കാണാൻ പോകാൻ സമയമില്ല. അതാണ് സത്യം. കുറേ ഗ്ലെൻറീസിൻ്റെ ഒരുപാട് സോവനീറും പിന്നെ അതുപോലെ ടീഷർട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? ഇതൊക്കെ ടീയുടെ ബാഗ് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. സോ അടിപൊളി. ഈ ഗ്ലെൻറീസിൻ്റെ താഴെ ഒരു നല്ല വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബാർ ഉണ്ടെന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈവനിങ് പ്രോഗ്രാമും പരിപാടികളൊക്കെ ഉണ്ട്. വളരെ കളർഫുള്ളാണ് ഇറങ്ങി പോകുന്ന വഴി തന്നെ. ഈ ഡാർജിലിങ്ങിൽ എല്ലാത്തിലും ഇതുപോലെ അണ്ടർഗ്രൗണ്ടും ഒക്കെ ആയിട്ട് സെറ്റപ്പാണ്. കാരണം ഈ മലഞ്ചെരുവിൽ ഇരിക്കണമുണ്ട്, ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രസകരമായിട്ട് തോന്നി. കളർഫുള്ളായിട്ടുള്ളൊരു ബാറാണ്. അപ്പം ഞാനവിടെ അത് ഓപ്പൺ അല്ല, പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവരോടൊരു പെർമിഷനൊക്കെ ചോദിച്ചിട്ട്
അവരോട് ചോദിച്ചു ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് കയറി. കാരണം അതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ബാറാണ് കേട്ടോ. ഇവിടെയാണ് ലൈവ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു ഇൻറ്റീരിയർ വേറെ തന്നെയാണ്. മുകളിൽ ഒരു റോയൽ ഫുൾ വുഡൻ ആണെങ്കിൽ താഴെ ഫുൾ പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഒരുപാട് ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ടേബിൾസ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ ഒരു ടെലിഫോൺ ബൂത്ത് മുകളിലേക്ക് കണ്ടോ, ജി സാറാണ് നിൽക്കുക. ഞാൻ ജി സാറിനെയും വിളിച്ചു ഒന്ന് വന്ന് കാണാനായിട്ട്. സംഭവം കിഡുവാണ്. കാരണം അത്ര അടിപൊളി ഒരു സ്ഥലം. മൊത്തത്തിൽ ഒരുപാട് ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറിൽ ഒരുപാട് പഴയ സാധനങ്ങൾ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ഫോണുകൾ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസ്, സാക്സഫോൺസ്, അതേപോലെ തന്നെയുള്ള അങ്ങനെയുള്ള ട്രംപറ്റുകളുടെയും ഒക്കെ ഒരുപാട് ശേഖരമുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് ഒരുപാട് വെച്ചിട്ടുണ്ട്, പഴയ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ അങ്ങനെ മൊത്തത്തിൽ അതൊരു ഭംഗിയാക്കിയിട്ട് വേറൊരു ഫീല് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത് മുഴുവൻ. പഴയ തയ്യൽ മെഷീൻ അടക്കം, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അടക്കം അങ്ങനെ പലതും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ളൊരു ബാറായിട്ട് തോന്നി. ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഞങ്ങൾ മറ്റേ ജോയ്സിലൊക്കെ പോയതിന് പകരം ഇവിടെയും വരാമെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി. കാരണം ജോയ്സും പക്ഷേ മോശമല്ലായിരുന്നു കേട്ടോ. ജോയ്സും അടിപൊളിയായിരുന്നു. ആ പ്രോഗ്രാം ബീറ്റ്ലെസിൻ്റെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ നമുക്ക് മുഴുവൻ കാണാൻ പറ്റില്ല, കറണ്ട് പോയി. അപ്പോൾ അങ്ങനെ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ ഈ ബ്രേക്ക്ഫാസ്റ്റോടു കൂടി നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി നമ്മളുടെ സിലിഗുരിയിലേക്കുള്ള അതിമനോഹരമായ യാത്രയാണ്. ലാൻഡ് സ്ലൈഡിങ്ങും ഞങ്ങൾ റെയിൽവേ ട്രാക്കിലൂടെയൊക്കെ കാർ ഓടിച്ചതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര ഗംഭീരമായൊരു എപ്പിസോഡാണ് അടുത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെവ്രി ടെയിൽ ടോക്സിലെ ഡാർജിലിംഗ് എപ്പിസോഡ്സാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുമോ എല്ലാം ചെയ്തു തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല, അടുത്തൊരു എപ്പിസോഡ് ഗംഭീരമാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്.